അപ്പോഴേ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ, ഇതാ ഇവിടെയായിരുന്നു കേട്ടോ നമ്മളെ പഴയ വീട്. ഇതാ ഇവിടെയായിരുന്നു ഞങ്ങളെ റൂമുണ്ടായിരുന്നത്. ആ റൂമിൽ ഒരു ഡബിൾ കട്ടിലും ഞങ്ങളൊരു അലമാരയും ഒരു മേശയും, എന്നുവെച്ചാൽ ഒരാൾക്ക് ജസ്റ്റ് നിൽക്കാം, ജസ്റ്റ് അലമാര ഒന്ന് തുറക്കാം, അങ്ങനെ ഒരു റൂമായിരുന്നു. വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു ബുക്കൊക്കെ വയ്ക്കണ അടുക്കളയിലാണ് അത് മിക്കതും കണ്ടിട്ടുള്ളത്. നമ്മളത് റൂമിലാണ് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങൾ റൂം. അവിടെ നോക്കുമ്പോൾ ഈ മാവൊക്കെ നല്ല രസമായിരുന്നു. ചാണകം മെഴിയ വീടായിരുന്നു. ഞാൻ ചാണകം മെഴിയ വീട്ടിൽ കിടന്നിട്ടാണ് എൻ്റെ കട്ട വെച്ച് സിമൻ്റ് ഇട്ട വീട്ടിലോട്ട് ഞാൻ കയറിയത്. ഇതുവരെ ടീൽസ് ഇട്ട വീട്ടിലോട്ട് നമ്മളിതുവരെ കയറിയില്ല. ഒരു ജീവിതത്തിൽ കയറുമായിരിക്കും, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ടീൽസ് ഇട്ട വീട്ടിൽ കയറി കിടക്കുമായിരിക്കും. ചാണകം മെഴിയ വീട്ടിൽ കിടന്നിട്ട് ടീൽസ് ഇത് സിമൻ്റ് ഇട്ട വീട്ടിലോട്ട് കയറി. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പം ടീൽസ് ഇടാം എന്നുള്ളൊരിത്. ഓല മേഞ്ഞ വീട്ടിൽ നിന്ന് ഷീറ്റിൽ നിന്ന് ടെറസിലോട്ട്. അപ്പോൾ ഇനിയും നടക്കും. എനിക്ക് 2 നില വീടാണ് കേട്ടോ ഇഷ്ടം എപ്പോഴും. പണ്ട് ആരും ചോദിച്ചാൽ എനിക്ക് 2 നില വീടൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ലോട്ടറി ഒക്കെ അടിച്ചാൽ ഞാൻ വയ്ക്കും. പിന്നെ ഞങ്ങൾ ഈ വീട് വിൽക്കാമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ നിഗമനം മാറ്റി. വീട് വിൽക്കുന്നില്ല എന്നുള്ളൊരിതിലോട്ടായി ഞങ്ങൾ. ഇത് വിൽക്കാൻ എനിക്ക് മനസ്സൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ ഉയരത്തെ വസ്തുക്കാർ വിൽക്കണുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇതൊക്കെ മാറ്റി ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ. നല്ലൊരു കാലം വരും നമുക്ക് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് നല്ലൊരു കാലം വരട്ടെ എന്നാൽ ഞാൻ 2 നില അല്ലെങ്കിൽ 1 നില വീടൊക്കെ വെച്ച് ടീൽസൊക്കെ ഇട്ട് എടുത്ത് എൻ്റെ അമ്മയും ചേട്ടനും അമ്മേനെ എല്ലാവരെയൊക്കെ അവിടെ താമസിപ്പിച്ച് പാല് ചേട്ടൊക്കെ എടുത്ത്, എൻ്റെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഞാൻ എപ്പോഴും ചേട്ടനോട്, ചേട്ടാ നമുക്ക് എന്നായിട്ട് ഇതുപോലെ പാല് ചേട്ടാ നമ്മളെന്നിങ്ങനെ നെറിഞ്ഞ് നിൽക്കും എന്ന്. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നടക്കണം അല്ലേ? നടക്കും. അതിന് പ്രയത്നിച്ചാലേ പറ്റൂ. പ്രയത്നിക്കുന്നുണ്ട്, നടക്കുന്നില്ല. സമയം കിട്ടില്ല നല്ല വീഡിയോ ഒന്നും. എനിക്ക് കണ്ടൻ്റൊന്നും കിട്ടൂല കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പം മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ ഇരുന്ന് പറയും. അതാണ് കാര്യം. നല്ല പ്രകൃതി ഭംഗിയാണ്. ഇവിടെ നിന്ന് ശാന്തത, പ്രകൃതി ഭംഗി, ഗ്രാമീണ ഇതിൽ നിന്ന് പോയിട്ട് നമ്മൾ നേരെ സിറ്റിയിലോട്ടാണ് പോകുന്നത്. എനിക്കവിടെ ഇഷ്ടമുണ്ട്, പക്ഷേ ഇവിടത്തെ പോലെ എനിക്ക് ഇഷ്ടമില്ല. ഇവിടെ നമ്മൾ ശല്യം ചെയ്യാറുമില്ല. കുശലം പറയാൻ, കുശുമ്പ് പറയാനോ നുണ പറയാനോ, ശാന്തത. ചിലർ പറയില്ലേ മലപ്രദേശത്ത് താമസിക്കണമെന്ന്, സമാധാനമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അടി ഇടി വഴക്ക് അങ്ങനെയൊന്നുമില്ല. നുണയെ കൊണ്ടാണെങ്കിലും പറയുക, പക്ഷേ അത്ര ഡിസ്റ്റൻസ് ഉള്ള വീടുകളുണ്ട് ശാന്തതയായിട്ട് താമസിക്കുന്നത്. ഇതുപോലെ എൻ്റെ കൂട്ടുകാരി വീടുണ്ട് ഏറ്റവും മലയിൽ, ഇതിനേക്കാളും മലയിൽ താമസിക്കുന്നത്. അതൊരിക്കലും ഞാൻ കാണിച്ചു തരാം കേട്ടാ. അവൾ ഓണത്തിന് വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവും അവളെ കാണാൻ. എന്നാൽ അങ്ങോട്ട് പോവും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബേബി, സീ യു. ലോങ് വീഡിയോ വരണമെന്ന് എഴുതിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോകും. ഇവിടെ ഒരാൾ നല്ല കളിയിലാണ് കേട്ടോ. ഞാൻ ഇവനേ ഹയറ ഇങ്ങനെ ഇവൻ ഹയൊക്കെ പറയില്ല, ഇവൻ തിരക്കിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലോങ് വീഡിയോ വേറൊന്നുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും വീട്ടിൽ നാടൻ പട്ടിയോ, നമ്മൾ തിരുവനന്തപുരത്തിനകത്ത് നല്ല നാടൻ പട്ടിക്കുട്ടികൾ, കുഞ്ഞ് കണ്ണ് തുറന്നതേ ഉള്ളൂ, അങ്ങനത്തെ പട്ടികളുണ്ടെങ്കിൽ പറയണം കേട്ടോ. എടുക്കാനാണ് വീട്ടിലത്തേക്ക്.